പേവിഷബാധയേറ്റ് മരിച്ച ആലപ്പുഴ ചാരുമൂട് സ്വദേശിയായ 9 വയസ്സുകാരന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് വീട്ടുവളപ്പിൽ നടക്കും. പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായ ശല്യത്തെക്കുറിച്ച് പലതവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ നാട്ടുകാർക്ക് അമർഷമുണ്ട്. ചാരുമൂട് സ്വദേശിയായ സാവൻ ബി കൃഷ്ണനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങളോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ സന്ധ്യയോടെ മരിച്ചു. 2 മാസം മുൻപ് വീടിന് സമീപം സൈക്കിൾ ചവിട്ടുമ്പോഴാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. എന്നാൽ ഇത് കുഞ്ഞ് വീട്ടിൽ പറഞ്ഞില്ല. കാര്യമായ മുറിവുകളോ പാടുകളോ ഇല്ലാതിരുന്നതിനാൽ വീട്ടുകാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇവിടെ തന്നെ 100-ലധികം നായ്ക്കള് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇനിയൊരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ഗതി വരാൻ ഇടവരുത്തരുതെന്ന് മാത്രമാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അതിനെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചാൽ വളരെ നല്ലതായിരിക്കും. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. മിക്ക ദിവസങ്ങളിലും ആളുകളെ ആക്രമിക്കാറുണ്ട്. ഉള്ള വേസ്റ്റുകൾ മൊത്തം കൊണ്ട് തട്ടുന്ന ആളാണ്. അത് ഈ ഇറച്ചിക്കടലിലെ മാലിന്യം, ഹോട്ടലിലെ മാലിന്യങ്ങൾ മൊത്തം കൊണ്ട് തട്ടുക. കനാലിലും റോഡിന്റെ സൈഡിലും എല്ലാം ഒരുപോലെ കൊണ്ട് തട്ടുക. വലിയ വലിയ ഹോട്ടലിലെ വേസ്റ്റ് കൊണ്ട് തട്ടുക. നായ്ക്കൾ അതുകൊണ്ട് പെരുകി വരിക. അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അതേലത്തെ അവസ്ഥ ഇപ്പോൾ ഇവിടെ കണ്ടത്. പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ പ്രദേശത്തെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. 6 മാസത്തിനിടെ 2ാമത്തെ കുട്ടിയാണ് ആലപ്പുഴ ജില്ലയിൽ സമാന സാഹചര്യത്തിൽ മരിക്കുന്നത്. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായ 9 വയസ്സുകാരൻ ദേവനാരായണനാണ് മുൻപ് മരിച്ചത്. അഴീക്കലിൽ വീട്ടുമുറ്റത്ത് വിശ്രമിക്കുകയായിരുന്ന 84-കാരിയെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നിട്ട് 2 മാസം ആകുന്നതേയുള്ളൂ. ഒരാഴ്ച മുൻപാണ് ചാരുമൂടിന് തൊട്ടടുത്ത പ്രദേശമായ വള്ളികുന്നത്ത് 6 പേരെ ഒരു നായ കടിച്ചത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.